നിങ്ങൾ ഓപ്ഷൻ ബൈങ്ങിൽ നിരവധി ലോസ് ഉണ്ടാക്കുന്ന ഒരാളാണ്. നിരവധി വർഷങ്ങളുടെ എക്സ്പീരിയൻസ്, അതായത് 3-4 വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും മാർക്കറ്റിന്റെ ട്രാപ്പിനെ കുറിച്ച് അറിയാത്തവരാണ്. നിങ്ങൾ നല്ല ട്രേഡർ ആയിരിക്കാം, എന്നാലും മാർക്കറ്റിന്റെ ട്രാപ്പിനെ കുറിച്ച് അറിയാത്താണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കണോ, നമ്മുടെ കയ്യിലോട്ട് കുറച്ച് പൈസ കൊണ്ടുവരണോ എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. ഇന്ത്യയിൽ 90% മേലെ റീറ്റെയിലേഴ്സ് ലോസിലാണ് പോകുന്നത്. എന്തുകൊണ്ട് ലോസിലായി പോകുന്നു? അവർക്ക് ട്രേഡിംഗ് അറിയാത്തതുകൊണ്ടാണോ? അല്ല, എല്ലാവർക്കും ട്രേഡിംഗ് അറിയാം. ബട്ട് അറിയാൻ മേലാത്ത 1-2 കാര്യങ്ങൾ. മാർക്കറ്റിലെ ട്രാപ്പ്. 95% ഓഫ് ട്രേഡേഴ്സ്, 95% ട്രേഡേഴ്സിന് അറിയാൻ മേലാത്ത ട്രേഡിംഗ് സെറ്റപ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ലിക്വിഡിറ്റി ഹണ്ടിങ്, അല്ലെങ്കിൽ എന്താണ് ട്രാപ്പ് ട്രേഡിംഗ്, എന്താണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് തീയതി 26 ജൂൺ 2024. ഇന്ന് ഞാനൊരു ഷോർട്ട് സൈഡിലോട്ട് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. എൻട്രി എടുത്തതിന് പിന്നെ വലിയ റീസൺ നിങ്ങൾ ആരും ചിന്തിക്കുക പോലും ഇല്ല. ഓക്കെ, ലാസ്റ്റ് ഡേ മാർക്കറ്റ് വയലന്റ് ആയിട്ട് മൂവ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ, വീക്കിലി അനാലിസിസ് വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. മാർക്കറ്റ് ഒരു ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു വീക്ക്നെസ് ഷോ ചെയ്യണമെങ്കിൽ ഷോർട്ട് ചെയ്യാമെന്ന് ലാസ്റ്റ് ഡേയിൽ. ഓക്കെ, ഞാൻ എൻ്റെ ഒരു പൊസിഷൻ ഒന്ന് കാണിക്കാം. പൊസിഷൻ ഞാനത് ക്ലോസ് ചെയ്തു. ഒരു നല്ലൊരു മൂവ്, ജസ്റ്റ് ഒരു മൂവ്. ഓക്കെ, നിയർലി ഇതുവരെ ടാർഗറ്റ് 80 പോയിന്റ്സ് ക്യാച്ച് ചെയ്യാൻ പറ്റും. 2 ട്രേഡ് ആയിട്ട് 80 പോയിന്റ്സ് ക്യാച്ച് ചെയ്തു. ബട്ട് മാർക്കറ്റ് താഴത്ത് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ നിൽക്കാറില്ല മാർക്കറ്റിൽ, അധികം പ്രോഫിറ്റിന് വേണ്ടി നിൽക്കാറില്ല. എനിക്ക് കിട്ടേണ്ട ഒരു പ്രോഫിറ്റ് അല്ല, എനിക്ക് എടുക്കേണ്ടതായിട്ട് ലോസ് എടുത്തതിന് ശേഷം ഞാൻ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാണ് പതിവ്. ഓക്കെ, അപ്പൊ ഞാൻ ലോജിക്കിലോട്ടൊന്ന് കിടക്കാം. ലോജിക്കിലോട്ട് കിടക്കുന്നതിന് മുന്നേറ്റ് സാധാരണ റീറ്റെയിലേഴ്സിന് എത്ര വട്ടം മാർക്കറ്റ് അവസരം കൊടുക്കുന്നു നമുക്ക് ചിന്തിക്കുക. ലാസ്റ്റ് ഡേയില് മാർക്കറ്റ് ആ ഹൈ എല്ലാം ബ്രേക്ക് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് മുകളിലോട്ട് തന്നെ സസ്റ്റെയിൻ ചെയ്തു. സസ്റ്റെയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ റീറ്റെയിലേഴ്സ് എൻട്രി എടുക്കുന്ന 2 ചാർട്ട് പാറ്റേൺസ് ഇന്നലെയും ഇന്നുമായിട്ട് കാണിക്കേണ്ടത്. എന്തൊക്കെയാണ് ആ ചാർട്ട് പാറ്റേൺസ് നമുക്കൊന്ന് നോക്കാം. ചാർട്ട് പാറ്റേൺസ് വരയ്ക്കുന്നതിനായിട്ട് ജസ്റ്റ് ഒരു പെൻ യൂസ് ചെയ്യുകയാണ്. ഓക്കെ, പെൻ യൂസ് ചെയ്തു. ലാസ്റ്റ് ഡേ നിങ്ങൾ നോക്കുക, മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ക്ലിയർ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ഔട്ട് തരികയും ചെയ്തു. ഈ ഒരു ബേസിൽ ഞാൻ മാർക്കറ്റ് ഓപ്പൺ ആയ ഉടനെ തന്നെ ഒരു എൻഗൾഫിംഗ് കിട്ടിയപ്പോൾ ഞാൻ ഇവിടുന്ന് ഒന്ന് ഷോർട്ട് ചെയ്തു. ചെറിയൊരു മൂവ് ഞാൻ രാവിലെ ഇവിടുന്ന് ക്യാച്ച് ചെയ്യാണ് ഉണ്ടായത്. ചെറിയൊരു മൂവ് 70 പോയിന്റിന്റെ ഹാഫ് ക്വാണ്ടിറ്റി ഞാൻ എടുത്ത് ചെറിയൊരു മൂവ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. അതിനുശേഷം മാർക്കറ്റ് ചെയ്തത് സെയിം സിനാരിയോ എന്താ, ഇവിടെയും പിന്നെയും ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ. ഇവിടെ ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ബ്രേക്ക് ചെയ്തു, കണ്ടിന്യൂ നല്ല രീതിയിൽ മൂവ് ആയിട്ടുണ്ട്. ഓക്കെ, റീറ്റെയിലറിലെ ബയേഴ്സ് എവിടെ കയറാനാണ് സാധ്യത? ഈ ഹൈക്ക് എബോവ്. ഓക്കെ, ഈ ഹൈക്ക് എബോവ് കയറാൻ വളരെയധികം സാധ്യതയുണ്ട്. ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ റീടെസ്റ്റിൽ റീറ്റെയിലേഴ്സ് കയറും. ഈ ഒരു പുഷില് എക്സിറ്റ് ആയി. അതിനുശേഷം എന്താണ് നടന്നത്? മാർക്കറ്റ് രണ്ടാമത് ഒന്നും കൂടി റീറ്റെയിലേഴ്സിന് അവസരം കൊടുക്കുന്നത്. എങ്ങനെയാണ് അവസരം കൊടുത്തത്? രണ്ടാമത് മാർക്കറ്റ് പോകുന്നു. ഇവിടെ ഒരു സെമി ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാകുന്നു. ആദ്യമേ എങ്ങോട്ടാണ് ബ്രേക്ക് ഔട്ട് കൊടുത്തത് നോക്ക്. മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് എന്നത് മുകളിലോട്ട്, അതായത് ബയേഴ്സിന്റെ സൈഡിലോട്ടാണ് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് കൊടുത്തത്. ഓക്കെ, ഈ ബ്രേക്ക് ഔട്ടിൽ ഞാൻ രണ്ടാമതിന്റെ ഫ്രഷ് എൻട്രി എടുക്കുകയാണ് ചെയ്തത്. എനിക്ക് കാര്യം മനസ്സിലായി. 95% ഓഫ് ട്രേഡേഴ്സിന് ഈ കാര്യം മനസ്സിലാകില്ല. ഇതൊക്കെ വെറും ഞാനൊരു ഒരു ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ വലിയ ക്രോസ് ഓവർ ടെക്നോളജിയോ സ്ട്രാറ്റജിയോ ഒന്നും ഉപയോഗിച്ച് ചെയ്തല്ല, വെറും കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇങ്ങനെ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അവരെന്ത് ചെയ്യും? 2-3 വട്ടമായിട്ട് ബൈ സൈഡിലോട്ടുള്ള ചാർട്ട് പാറ്റേൺസ് കാണിച്ച് ബയേഴ്സിന്, റീറ്റെയിലേഴ്സിനെ അതിശക്തമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും വരൂ, നമുക്ക് ട്രേഡ് എടുക്കാം, മുകളിലോട്ട് പോകാം. ബട്ട് ഇനി എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? അതിശക്തമായിട്ട് മാർക്കറ്റ് താഴ്ത്തു വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു ബ്രേക്ക് ഡൗണിൽ മാർക്കറ്റ് ഒന്ന് പോയി റീടെസ്റ്റ് ചെയ്ത് താഴെ തന്നെ സ്ട്രോങ് ആയിട്ട് വന്നില്ല, അല്ലെങ്കിൽ ഈ ഏരിയ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ആരും പറഞ്ഞാത്ത കാര്യമാണ്, ഒരു ബ്രേക്ക് ഡൗൺ വർക്ക് ആകുമോ? മാർക്കറ്റ് വർക്ക് ആയിരിക്കും. നല്ലൊരു സ്ട്രോങ് ഒരു ക്യാൻഡിലോട് കൂടിയാണ് ബ്രേക്ക്. അതിന് മുന്നേ തന്നെ മാർക്കറ്റ് ഇവിടെയാണ് ബ്രേക്ക് ചെയ്തേക്കുന്നത്. സോ ക്ലിയർലി റീറ്റെയിൽ സെല്ലേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ മാർക്കറ്റ് ഈ ഏരിയ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂ താഴ്ത്തു വരും. അതർവൈസ് മാർക്കറ്റിന് ഒരു വട്ടം കൂടി സെല്ലേഴ്സിന് ഇവിടെ ട്രാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇവിടെ റീടെസ്റ്റ് ചെയ്യുന്ന പോലെ കാണിക്കും, പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഓക്കെ, ഇത് രണ്ടാമത്തെ ടെക്നോളജി. അതർവൈസ് റീടെസ്റ്റ് സ്ട്രോങ് ആണെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂ വരും. അതർവൈസ് ഇല്ല, റീടെസ്റ്റ് ചെയ്ത് ഇവിടെ ടൈം പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് മുകളിലോട്ട് എൻട്രി എടുക്കാവുന്നതാണ്. എനിവേ, ഞാൻ എന്റെ രണ്ട് എൻട്രിയും ഞാൻ ട്രെൻഡ് എഗെയിൻസ്റ്റ് ആണ് ഞാൻ ഇന്ന് എൻട്രി എടുത്തത്. ട്രെൻഡിന് എഗെയിൻസ്റ്റ് എൻട്രി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള കാര്യമാണ്.
ഓക്കെ, ലാസ്റ്റ് ഡേ ഞാൻ എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിരുന്നു. അതും കൂടി ഞാൻ പറയാം. ഞാൻ എന്തുകൊണ്ട് സെയിം എൻട്രി ഞാൻ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത ഉടനെ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത ഉടനെ ഞാൻ ഷോർട്ട് ചെയ്യണ്ടായി. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ 100 ആയി. ഈ ഒരു ഏരിയയിൽ എൻ്റെ സോറി, ഈ ഒരു ഏരിയ അല്ല, ഇവിടെ ഈ ഒരു പുൾ ബാക്കിൽ ഓക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, ഹൈ ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു. ഇതിനു മുകളിൽ ഞാൻ എൻ്റെ എൻട്രി ഇട്ടിരുന്നു. ബട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയ പോയപ്പോൾ ഞാനത് SL മാർക്കറ്റിന് കൊടുക്കുകയുണ്ടായി. വളരെ നല്ല രീതിയിൽ ഒരു ലോസ് എനിക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു മാസത്തിൽ ആകെപ്പാടെ രണ്ട് സ്റ്റോപ്പ് ലോസ് എനിക്ക് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ രണ്ട് ദിവസം ഹിറ്റ് ആയത് ട്രെൻഡിന് എഗെയിൻസ്റ്റ് പോയപ്പോഴാണ്. ഓക്കെ, ട്രെൻഡിന് എഗെയിൻസ്റ്റ് പോയത്, അതായത് ഒരു ട്രെൻഡിങ് ഡേ ആയപ്പോഴായിരുന്നു. ഓക്കെ, എനിവേ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. വെറും ലോജിക്ക് ഇല്ലാതെ ട്രേഡ് എടുക്കാതിരിക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അല്ല മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ക്രോസ് ഓവർ സ്ട്രാറ്റജീസിന്റെ പുറകിലും RSI, സ്റ്റൊക്കാസ്റ്റിക്, മാക്ഡി അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ടിപ്സ് തരുന്നവരുടെ പുറകിൽ പോയിട്ടും പ്രോഫിറ്റ് നേടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനലിനെ ഫോളോ ചെയ്ത് നോക്കുക. എന്നെ മാത്രം വിശ്വസിച്ച് എൻട്രി എടുക്കണമെന്നല്ല, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഇൻഫർമേഷൻസ് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഇതേപോലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇനിയും ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പഴയ വീഡിയോസ് നോട്ട് ചെയ്യുക. പഴയ വീഡിയോസ് കണ്ടുകൊണ്ട് നോട്ട് ചെയ്യുക, ഇന്ന് നല്ല പോയിന്റുകൾ കിട്ടുന്നതായിരിക്കും. എനിവേ അടുത്ത വീഡിയോയിൽ കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.